ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് റവ വെച്ചിട്ട് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. സാധാരണ റൈസ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയേക്കാളും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് റവ എടുത്തിട്ടുണ്ട്. അതായത് ബ്രോക്കൺ വീറ്റ് റവ. ഇതിന് സമ്പ റവ എന്നും പറയും. എല്ലാ മാർക്കറ്റ്സിലും അവൈലബിൾ ആണിത്. പിന്നെ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയില്ലാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള 3 കപ്പ് തേങ്ങാപ്പാൽ. സോ 1.5 കപ്പ് റവയ്ക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ. പിന്നെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ, നെയ്യിന് പകരം എണ്ണയും യൂസ് ചെയ്യാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി വേണം. ഇനി ഇതിനാവശ്യമുള്ള മസാലപ്പൊടികൾ: 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതുകൂടാതെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, പിന്നെ 2 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി ബിരിയാണി ചെയ്യുന്നതിന് മുമ്പായിട്ട് റവയൊന്ന് വറുത്തെടുക്കണം. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഗോതമ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ വറുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗോതമ്പിൻ്റെ സ്മെല്ല് വരും. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ ബിരിയാണി ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കോരാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി വയ്ക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് പാൻ ചൂടായതും അതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇത് 3ഉം ചേർത്ത് കൊടുത്ത് സോട്ട് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വാടുന്നവരെ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല പൊടികളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഈ തക്കാളി നന്നായിട്ടൊന്ന് കുക്കാവുന്നവരെ നമുക്ക് സോട്ട് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങ ചേർക്കുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് തേങ്ങ വരെ ചേർക്കാം. ഇനിയാണ് നമ്മളിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1.5 കപ്പ് ഗോതമ്പ് റവയ്ക്ക് 3 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള 3 കപ്പ് തേങ്ങാപ്പാൽ. ഇനി നമുക്ക് ഇതൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ബിരിയാണി റെഡിയാകുമ്പോൾ ബിരിയാണിയിലെ ഉപ്പ് കറക്റ്റായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സെയിം ബിരിയാണി നമുക്ക് വെജിറ്റബിൾസ് വെച്ചും മട്ടൺ വെച്ചും ചെയ്യാം. മട്ടൺ വെച്ച് ചെയ്യുമ്പോൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തതിന് ശേഷം സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് തുറന്നു നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബിരിയാണി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ അടിപൊളി ഗോതമ്പ് റവ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.